വെൽക്കം ടു എക്സലൻറ്റ് യൂട്യൂബ് ചാനൽ. ഈ വീഡിയോ ആദ്യമായി കാണുന്നത് നിങ്ങൾ സബ്സ്ക്രൈബ് തൊട്ടടുത്ത ബെൽ ബട്ടൺ അമർത്തുക. ഡിയർ സ്റ്റുഡൻസ്, ബിസിനസ് സ്റ്റാറ്റിസ്റ്റിക്സ് എക്സാം ടിപ്പിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 14 മാർക്സിൻ്റെ തിയറി ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് എ ഫ്രീക്വൻസി ടേബിൾ ആൻഡ് എക്സ്പ്ലെയിൻ ദി ടേംസ് ക്ലാസ് ഇൻ്റർവൽ ആൻഡ് ക്ലാസ് ഫ്രീക്വൻസി ആൻഡ് ക്ലാസ് ലിമിറ്റ് വിത്ത് എക്സാമ്പിൾസ്. First of all, frequency table എന്താന്ന് നോക്കാം. ഇറ്റ് ഈസ് ഷോയിങ് ദി ഫ്രീക്വൻസി അബ്രിവേറ്റഡ് ലിസ്റ്റ്. നമുക്ക് ഫ്രീക്വൻസി അബ്രിവേറ്റഡ് ലിസ്റ്റായി വരുന്നത്, നമുക്ക് ഫ്രീക്വൻസി ടേബിളായി വരുന്നതിനെയാണ് ഇത് പറയുന്നത്. ഫ്രീക്വൻസിയും അതിൻ്റെ ക്ലാസ്സും തരുന്നതിനാണ് ഇത് പറയുന്നത് ഫ്രീക്വൻസി. ഏറ്റവും സിമ്പിളായി പറഞ്ഞാൽ നമുക്കൊരു ക്ലാസ്സും തന്നിരിക്കും, അതേപോലെ തന്നെ ഫ്രീക്വൻസി തന്നിരിക്കും. അതിനെയാണിത് ഫ്രീക്വൻസി ടേബിൾ എന്ന് പറയുക. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് കോളം ക്ലാസ് ഇൻ്റർവൽ, സെക്കൻഡ് കോളം ക്ലാസ് ഫ്രീക്വൻസി. നോക്കിക്കേ, 140, 149 ഫ്രീക്വൻസി എത്ര പ്രാവശ്യം. ഇങ്ങനെ ഏത് എക്സാമ്പിൾ വേണമെങ്കിലും എഴുതാം. ഞാനിവിടെ ഒരു എക്സാമ്പിൾ എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. 150 to 159 6, 160 to 169 8, 170 to 179 3 അല്ലേ. ഏത് എക്സാമ്പിൾ വേണം, ക്ലാസ്സും ഫ്രീക്വൻസിയും വേണമെന്ന് മാത്രമേ ഉള്ളൂ. നമുക്ക് ഒരു എക്സാമ്പിൾ എഴുതാം. ക്ലാസ് ഇൻ്റർവൽ എന്നത് ഇറ്റ് ഈസ് ദി റേഞ്ച് of values in which the data is divided ഇല്ലേ. ക്ലാസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡേറ്റകൾ എന്താണ് അവരുടെ റേഞ്ച് വാല്യൂസ് അനുസരിച്ച് ഡിവൈഡ് ചെയ്ത് വെക്കുന്നതിനെ ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയാം. നമുക്ക് എക്സാമ്പിൾ നോക്കിയേ. ക്ലാസ് ഇൻ്റർവൽ ഉണ്ടോ, ക്ലാസ് മാത്രം വരുന്ന ഉണ്ടോ. 140 to 149, 150 to 150, 160 to 169, 170 to 179 ഉണ്ടോ, ക്ലാസ് മാത്രം അല്ലേ. ഇങ്ങനെയാണെന്ന് പറയുന്നത്. ഈ രീതിയിൽ ഏതെങ്കിലും ഒരു ക്ലാസ് എഴുതാം നിങ്ങൾക്ക്. ക്ലാസ് ഇൻ്റർവൽ എന്ന് പറഞ്ഞാൽ ലോവർ ലിമിറ്റ് അപ്പർ ലിമിറ്റുമായി വരാം. ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റ് ഈ രീതിയിൽ നമ്മൾ ക്ലാസ് എഴുതുന്നതിനാണെന്ന് പറയുന്നത് ക്ലാസ് ഇൻ്റർവൽ എന്ന് പറയുക. നെക്സ്റ്റ്, ക്ലാസ് ഫ്രീക്വൻസി. ഇറ്റ് ഈസ് ദി നമ്പർ ഇൻ ദി ഇൻ്റർവൽ. എക്സാമ്പിൾ എന്തോ നമ്പർ ഇൻ ഇൻ്റർവൽ അല്ലേ. ക്ലാസ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ക്ലാസ്സിന് നേരെ എത്ര പ്രാവശ്യം റിപ്പീറ്റേഷൻ. എക്സാമ്പിൾ നോക്കിക്കേ, 140 to 140 എത്ര 3 സ്റ്റുഡൻസ് ഉണ്ടാവും. ഒരു ക്ലാസ്സും അതിൻ്റെ ഫ്രീക്വൻസി ഉണ്ടാവും. ക്ലാസ്സുകളും നേരെ എത്രയാണ് അത് ഫ്രീക്വൻസി. ക്ലാസ്സിന് നേരെ ഫ്രീക്വൻസി വരുന്നതിനാണ് ഇത് പറയുന്നത് ക്ലാസ് ഫ്രീക്വൻസി എന്ന്. ക്ലാസ്സിന് നേരെ ഫ്രീക്വൻസി വരുന്നത്. നെക്സ്റ്റ്, ക്ലാസ് ലിമിറ്റ്. ഇറ്റ് ഈസ് ദി ബൗണ്ടറീസ് ഓഫ് എ ക്ലാസ് ഇൻ്റർവൽ. ലോവർ ക്ലാസ് ലിമിറ്റ് ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി ലിവിംഗ് ഇൻ എ ക്ലാസ്. ക്ലാസ് ലിമിറ്റ് 0 to 10. അതിൻ്റെ ക്ലാസ് ലിമിറ്റ് 0യും 10 ആണ് ക്ലാസ് ലിമിറ്റ് അല്ലേ. ലോവർ ക്ലാസ് ലിമിറ്റ്. ക്ലാസ് ഇൻ്റർവെല്ലിൻ്റെ ബൗണ്ടറീസിനെയാണെന്ന് പറയുന്നത് ക്ലാസ് ലിമിറ്റ് എന്ന് പറയുക. അപ്പർ ക്ലാസ് ലിമിറ്റ് ദ ലാർജസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി ബിലോങ്സ് ടു ദി ഉണ്ടോ. ഇവിടെ നോക്കിയാൽ ലോവർ ലിമിറ്റും അപ്പർ ലിമിറ്റും. ഇവിടെ ഒരു ക്ലാസ് ഇൻ്റർവൽ തന്നിട്ടുണ്ട്, 150 to 159 ഒരു എക്സാമ്പിളാണ്. നോക്കിയേ, ഇതിലെ ലോവർ ക്ലാസ് ലിമിറ്റ് 150 ആണ്, അപ്പർ ക്ലാസ് ലിമിറ്റ് 159. ഇങ്ങനെ ഏതെങ്കിലും ഒരു ക്ലാസ് എഴുതുക, അതിൻ്റെ ലോവർ ലിമിറ്റും എഴുതുക, അപ്പർ ലിമിറ്റും. ഇതാണത് ക്ലാസ് ലിമിറ്റിൻ്റെ എക്സാമ്പിളായി നമുക്ക് പറയാൻ സാധിക്കുക. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ ക്വസ്റ്റ്യനെയർ? എക്സ്പ്ലെയിൻ പ്രിക്കോഷൻസ് ദാറ്റ് മസ്റ്റ് ബി ടേക്കൺ ടു ഡ്രാഫ്റ്റ് എ ക്വസ്റ്റ്യനെയർ. ക്വസ്റ്റ്യനെയർ എന്താണ്? ക്വസ്റ്റ്യനെയർ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്? ക്വസ്റ്റ്യനെയർ എന്താണ്? എ ക്വസ്റ്റ്യനെയർ ഈസ് എ റിസർച്ച് ടൂൾ യൂസ്ഡ് ടു കളക്ട് ഇൻഫർമേഷൻ ഫ്രം ഇൻഡിവിജ്വൽസ് ബൈ ആസ്കിങ് ദം എ സീരീസ് ഓഫ് ക്വസ്റ്റ്യനെയർ. ഓരോ വ്യക്തിയിൽ നിന്ന് ഇൻഫർമേഷൻ, ഓരോ വ്യക്തിയിൽ നിന്നും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഡേറ്റ കളക്ട് ചെയ്യുന്ന രീതിയാണ് ഇത് പറഞ്ഞ ക്വസ്റ്റ്യൻ. യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ലേ. ക്വസ്റ്റ്യൻ ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ അങ്ങനെ നൽകുന്നതിനെയാണ് ക്വസ്റ്റ്യനെയർ എന്ന് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുക. അപ്പോൾ ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? ഇൻഡിവിജ്വൽ ഓരോ വ്യക്തിയിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു റിസർച്ച് ടൂളാണെന്ന് പറയുന്നത് ക്വസ്റ്റ്യനെയർ എന്ന് പറയുക. ഇനി ഇറ്റ് ഈസ് കോമൺലി യൂസ് ഇൻ സർവേസ്, സ്റ്റഡീസ് ആൻഡ് ഇവാലുവേറ്റിംഗ് ടു ഗാദർ ക്വാണ്ടിറ്റേറ്റീവ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡേറ്റ. നമുക്ക് എങ്ങനെയാണ് കോമൺലി യൂസ് ചെയ്യാൻ സാധിക്കുന്നത്? സർവേ സ്റ്റഡി ചെയ്യുന്നതിലൂടെ, അല്ലെങ്കിൽ എന്താണ് ക്വാണ്ടിറ്റേറ്റീവ് ക്വാളിറ്റേറ്റീവ് ഇവാലുവേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനെയർ ഇവാലുവേറ്റ് ചെയ്യാം, യൂസ് ചെയ്യാം. ക്വസ്റ്റ്യനെയർസ് ക്യാൻ ബി അഡ്മിനിസ്ട്രേഡ് ഇൻ പേഴ്സൺ ത്രൂ മെയിൽ, ഓൺലൈൻ ഓർ ഓവർ എ ഫോൺ. ഫോണിലൂടെ ആകാം, മെയിലൂടെയോ ഓൺലൈനിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ക്വസ്റ്റ്യനെയർ
കളക്ട് ചെയ്യാമെന്നാണെന്ത് ഈ ക്വസ്റ്റ്യൻ ടൈമിൽ. അപ്പോൾ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓരോ ഇൻഡിവിജ്വൽ വ്യക്തിയിൽ നിന്ന് ഡേറ്റകൾ കളക്ട് ചെയ്യുന്ന ഇൻഫർമേഷൻ ടൂൾസിനെയാണ് എന്ത് പറയുന്നത് ക്വസ്റ്റ്യൻ എന്ന് പറയുക. പ്രിക്കോഷൻസ് ടു ടേക്ക് വെൻ ഡ്രാഫ്റ്റിംഗ് ക്വസ്റ്റ്യൻ ഡ്രാഫ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ പ്രിക്കോഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ്, ഡിഫൈൻ ദി ഒബ്ജക്റ്റീവ് ക്ലിയർലി. നമ്മൾ ചെയ്യുന്നതിന് ഒബ്ജക്റ്റ് ക്ലിയറായി ഒബ്ജക്റ്റ് ഉണ്ടാകും. നോ എക്സാക്ട്ലി വാട്ട് ഇൻഫർമേഷൻ യു വാണ്ട് ടു ഗദർ. നമ്മൾ ചെയ്യുന്ന എന്താണോ അതിന് വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ്, യൂസ് സിമ്പിൾ ആൻഡ് ക്ലിയർ ലാംഗ്വേജ്. വളരെ സിമ്പിളായിരിക്കണം, വളരെ ക്ലിയറായ ലാംഗ്വേജ് ഭാഷയിലായിരിക്കണം അത് യൂസ് ചെയ്യേണ്ടത്. തേർഡ്, അവോയ്ഡ് ലീഡിങ് ഇക്വേഷൻസ്. ഡു നോട്ട് ഇൻഫ്ലുവൻസ് ദി റെസ്പോൺസ് ഇൻ അതർ വേർഡിങ്. ഒരിക്കലും ഇൻഫ്ലുവൻസിൻ്റെ രീതിയിലായിരിക്കരുത്, അല്ലാതെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻ എപ്പോഴും എന്തായിരിക്കണം, അവിടെ ലീഡിങ് ക്വസ്റ്റ്യൻസ് അവോയ്ഡ് ചെയ്തിരിക്കണം എന്നാണിത് ക്വസ്റ്റ്യൻ തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്. ഷോർട്ട് ആൻഡ് ഫോക്കസ്. ഈച്ച് ക്വസ്റ്റ്യൻ ഷുഡ് ടാർഗറ്റ് വൺ ഐഡിയ ഉള്ളി. വളരെ ഷോർട്ടും ഫോക്കസിന് ഓരോ ക്വസ്റ്റ്യനും എന്താണ് ടാർഗറ്റ്, ഒരു ഐഡിയ ടാർഗറ്റ് എന്ന് മാത്രമേ ഒരു ക്വസ്റ്റ്യൻ ഒരു ക്വസ്റ്റ്യൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്താണ് ഏതെങ്കിലും ഒരു ഐഡിയ മാത്രം ടാർഗറ്റ് എന്ന രീതിയിലായിരിക്കണം. ക്വസ്റ്റ്യൻ ഷോർട്ടുമായിരിക്കണം. ഫിഫ്ത്ത് പോയിന്റ്, യൂസ് എ ലോജിക്കൽ ഓർഡർ. വളരെ ലോജിക്കൽ ഓർഡറിലാണ്. സ്റ്റാർട്ട് വിത്ത് ജനറൽ ക്വസ്റ്റ്യൻസ് ആൻഡ് മൂവ് ടു സ്പെസിഫിക് വൺസ്. ജനറൽ ക്വസ്റ്റ്യനിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കണം, അതിൻ്റെ ലോജിക് ഓർഡർ ആയിരിക്കണം എന്ന് പറയുന്നു. സിക്സ്ത് പോയിന്റ്, ഓഫർ ബാലൻസ്ഡ് ആൻസർ ചോയ്സ്. ഇഫ് യൂസിങ് മൾട്ടിപ്പിൾ ചോയ്സ് അല്ലേ, ഓൾ റീസണബിൾ ഓപ്ഷൻസ്. മൾട്ടിപ്പിൾ ചോയ്സിന് എന്താണ് ഒരു റീസണുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ ആയിരിക്കണം, ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട ഓപ്ഷൻ ആയിരിക്കണമെന്ന് അത് ചോയ്സ്. അതാണ് ഓഫർ ബാലൻസ് ആൻസർ ചോയ്സസ് എന്ന് പറയുക. സെവൻത് പോയിന്റ്, പൈലറ്റ് ടെസ്റ്റിംഗ് ദി ക്വസ്റ്റ്യനെയർ. ട്രൈ ഇറ്റ് ഔട്ട് വിത്ത് എ small group first to catch confusing questions. Revised based on feedback. അല്ലേ, ഫീഡ്ബാക്ക് ബേസിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക ക്വസ്റ്റ്യനെയർ പ്രിപ്പയർ ചെയ്യുക. അതിനെ പൈലറ്റ് ടെസ്റ്റ് എന്നാണ് പറയുക. എയ്ത്ത് പോയിന്റ്, അവോയ്ഡ് ഡബിൾ ബാരലേറ്റ് ക്വസ്റ്റ്യൻസ്. ഡോണ്ട് ആസ്ക് ടു തിങ്സ് വൺ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യന് രണ്ട് തിങ്സ് ഒരിക്കലും ആസ്ക് ചെയ്യാൻ പാടില്ല. ഒരു ക്വസ്റ്റ്യന് ഒരു കാര്യം മാത്രമേ ആസ്ക് ചെയ്ത് ക്വസ്റ്റ്യനെയർ തയ്യാറാക്കാവുള്ളൂ. നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് അതിലെ സ്പെസിഫൈ ദ ടൈം ഫ്രെയിം. ക്ലാരിഫൈ ദി പീരീഡ് യു ആർ ആസ്കിങ് അബൌട്ട്. എക്സാമ്പിൾ, ഇൻ ദി പാസ്റ്റ് മന്ത്. കഴിഞ്ഞ മാസത്തെ ആസ്പദമാക്കിയായിരിക്കണം നമ്മൾ ടൈം ഫ്രെയിം സ്പെസിഫൈ ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കമ്പയർ ദി ഡിഫറെൻറ്റ് മെഷേഴ്സ് ഓഫ് ഡിസ്പേഴ്സൺ. ഡിസ്കസ് ദെയർ യൂസസ് ആൻഡ് ലിമിറ്റേഷൻസ് വിത്ത് എക്സാമ്പിൾ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെഷേഴ്സ് എന്നാണ് റേഞ്ച് അല്ലേ. റേഞ്ച് എന്നാണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഹയസ്റ്റ് ആൻഡ് ലോവസ്റ്റ് വാല്യൂവിനെ ഡേറ്റ സെറ്റ്. ഡേറ്റകളിൽ ഏറ്റവും സ്മോൾ എമൗണ്ടും ഹൈ എമൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് ആണെന്ന് പറയുന്നത് റേഞ്ച് എന്ന് പറയുക. റേഞ്ച് കണ്ടുപിടിക്കുന്ന ഇക്വേഷന് മാക്സിമം മൈനസ് മിനിമം അല്ലേ. യൂസ് എന്താണ്, സിമ്പിൾ ടു കാൽക്കുലേറ്റ് ആണ്, ക്വിക്ക് ടു കാൽക്കുലേറ്റ് ആണ്. അതിൻ്റെ യൂസസ് എന്താണ്, കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിളാണ്, പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ലിമിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ഹൈലി അഫക്റ്റ് ബൈ എക്സ്ട്രീം വാല്യൂസ്. എക്സ്ട്രീം വാല്യൂസ് ഹൈ ആയിട്ട് അഫക്റ്റ് ചെയ്യാറുണ്ട്. എക്സാമ്പിൾ നോക്കിയാൽ ഡേറ്റ സെറ്റ് 5, 7, 8, 10. റേഞ്ച് നോക്കിയാൽ 100 - 5 95 അല്ലേ. ഏറ്റവും ഹയസ്റ്റ് വാല്യൂ അതിന് 100, സ്മോളസ്റ്റ് വാല്യൂ എത്രയാണ് 5 ഉണ്ടോ. നെക്സ്റ്റ് ക്വാർട്ടൈൽ ഡിവിഷൻ. ഹാഫ് ഓഫ് ദി ഡിഫറൻസ് ബിറ്റ്വീൻ തേർഡ് ക്വാർട്ടൈൽ ആൻഡ് ഫസ്റ്റ് ക്വാർട്ടൈൽ. തേർഡ് ക്വാർട്ടൈലും ഫസ്റ്റ് ക്വാർട്ടൈലിൻ്റെയും ഡിഫറൻസിനെയാണ് ലോവർ ക്വാർട്ടൈലിൻ്റെയും അപ്പർ ക്വാർട്ടൈലിൻ്റെയും ഡിഫറൻസ് ആണെന്ന് പറഞ്ഞാൽ ഹാഫ് ഭാഗമാണത് ക്വാർട്ടൈൽ ഡിവിഷൻ. ഫോർമുല എന്താണ്, QD = Q3 - Q1/2. യൂസസ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ലെസ് അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസിനെ അഫക്റ്റ് അത്രയും ചെയ്യാറുള്ളൂ, വളരെ ചെറിയ തോതിൽ മാത്രമേ അഫക്റ്റ് ചെയ്യാറുള്ളൂ. യൂസ്ഫുൾ വെൻ ദി ഡാറ്റ സെറ്റ് ഈസ് സ്ക്യൂഡ്. ഡാറ്റ സെറ്റ് എപ്പോഴും എന്നാൽ സ്ക്യൂഡ് ആയിരിക്കും യൂസ്ഫുൾ ചെയ്യുക. ലിമിറ്റേഷൻസ് നോക്കാം. ഇഗ്നോർസ് ഡാറ്റ ഔട്ട്സൈഡ് ദി മിഡിൽ 50%. ഔട്ട്സൈഡിലായിരിക്കും ഡാറ്റ കളക്ട് ചെയ്യുക, അവിടെ മിഡിൽ 50%. Q1 എത്രയാണ് 30, Q3 70 ആണെങ്കിൽ QD എങ്ങനെയാണ് 70 - 30 ÷ 2 = 20. Next, mean deviation. Average of the absolute deviation from the mean or median. മീനിൽ നിന്നോ മീഡിയത്തിൽ നിന്നോ
ഡീവിയേഷൻസിൻ്റെ ആവറേജസ് കണ്ടുപിടിക്കുന്നതാണ് മീൻ ഡീവിയേഷൻ എന്ന് പറയുക. യൂസസ് ഓൾ വാല്യൂസ് ഇൻ ദി ഡേറ്റ സെറ്റിലെ മുഴുവൻ വാല്യൂവിനെയും യൂസ് ചെയ്തിട്ടാണ് മീൻ ഡീവിയേഷൻ കണ്ടുപിടിക്കുക. ഗീവ്സ് എ ബെറ്റർ ഐഡിയ ബൈ ആവറേജ് ഡീവിയേഷൻസ് ഐഡിയ വളരെ ബെറ്റർ ആയിരിക്കും. ഈ മീൻ ഡീവിയേഷൻ കണ്ടെന്ന ബെറ്റർ ഐഡിയ ആണെന്ന് പറയുന്നത് മീൻ ഡീവിയേഷൻ എന്ന് പറയാൻ സാധിക്കുന്നുണ്ട്. ഇനി ലിമിറ്റേഷൻ, ഇഗ്നോർസ് ഡയറക്ഷൻ, പോസിറ്റീവ് ഓർ നെഗറ്റീവ്, മോർ കോംപ്ലക്സ് ടു കാൽക്കുലേറ്റ് ദാൻ റേഞ്ച് ഓർ കൊട്ടേഡ്. റേഞ്ചിനേക്കാളും കൊട്ടേഡ് ഡിവിയേഷനേക്കാളും വളരെ കോംപ്ലക്സ് ഒരു മെത്തേഡാണെന്ന് പറയുന്നത് മീൻ ഡിവിയേഷൻ അല്ലേ. റേഞ്ചും കൊട്ടേഡ് ഡിവിയേഷനും എന്താണ്, വളരെ സിമ്പിൾ. അതിനേക്കാളും കുറച്ചും കൂടി ബുദ്ധിമുട്ടുള്ള ഒരു മെത്തേഡാണെന്ന് പറയുന്നത് മീൻ ഡിവിയേഷൻ എന്ന് പറയാം. അവിടെ ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കാം, പോസിറ്റീവോ അല്ലെങ്കിൽ നെഗറ്റീവോ ആകാം. നെക്സ്റ്റ് ലിമിറ്റേഷൻസ്, ഇഗ്നോർസ് ഡയറക്ഷൻസ്, മോർ കോംപ്ലക്സ് ടു കാൽക്കുലേറ്റ് ദാൻ റേഞ്ച് ഓർ കൊട്ടേഡ് ഡിവിഷൻ. എക്സാമ്പിൾ നോക്കിക്കേ. ഫോർ വാല്യൂസ് 5, 6, 7, എക്സ് ബാർ ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുന്നു. എക്സ് ബാർ ഈ സിഗ്മ എക്സ് ബൈ എൻ. ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്ര വരും, 18. ഡിവൈഡഡ് നമ്പർ എത്ര, 3, 6 കിട്ടി. എക്സും നമ്മൾ എഴുതുന്നു. ഡി വാല്യൂ എക്സിൽ നിന്നാണ് എക്സ് ബാർ മൈനസ് ചെയ്യുന്നു കേട്ടോ. 5 മൈനസ് 6 -1. മീൻ ഡിവിഷനിൽ ഒരിക്കലും -10 ഇടാറില്ല. 6 - 6 0, 7 - 1 1. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ 2 ആണ് കിട്ടുന്നത്. മീൻ ഡിവിഷൻ സിഗ്മ ഡി ബൈ എൻ. സിഗ്മ ഡി എത്രയാണ്, 2. ഡിവൈഡഡ് ബൈ നമ്പർ എത്രയാണ്, 3, 0.67. നെക്സ്റ്റ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻസ്. സ്ക്വയർ റൂട്ട് ഓഫ് ദി ആവറേജ് ഓഫ് സ്ക്വയർഡ് ഡീവിയേഷൻസ് ഫ്രം ദി മീനിൽ നിന്ന് സ്ക്വയറിൻ്റെ ഡീവിയേഷൻസിൻ്റെ ആവറേജ് കണ്ടുപിടിക്കുന്നതാണ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുക. ഫോർമുല സിഗ്മ റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ. യൂസസ് നോക്കിക്കേ. മോസ്റ്റ് ആക്യുറേറ്റ് യൂസ്ഡ് മെഷർ, വളരെ ആക്യുറേറ്റും മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. വൈഡ്ലി യൂസ്ഡ് മെഷർ, വളരെ വൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണിത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയാം. ലിമിറ്റേഷൻസ് നോക്കാം. ഹെവിലി ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സ്ട്രീം വാല്യൂസിനെ ഹെവി ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. മോർ കോംപ്ലക്സ് ടു കമ്പ്യൂട്ട്, അത് കമ്പ്യൂട്ട് ചെയ്യാനാണ് വളരെ ബുദ്ധിമുട്ടുള്ളൊരു മെത്തേഡാണ്. ഒരു എക്സാമ്പിൾ നോക്കാം. നോക്കിക്കേ. എക്സാമ്പിൾ 2, 4, 6 എക്സ് എഴുതി അരിത്തമാറ്റിക് മീൻ കണ്ടുപിടിച്ചു. ഡി എഴുതി, ഡി സ്ക്വയർ കണ്ടുപിടിച്ചു. ഇക്വേഷൻ അപ്പോൾ റൂട്ട് ഓഫ് സിഗ്മ ഡി സ്ക്വയർ ബൈ എൻ. സിഗ്മ ഡി സ്ക്വയർ 8 ആണ്. ഡിവൈഡ് എൻ എന്ന നമ്പറാണ്, 3 ആണ്. റൂട്ട് മാറ്റുന്നു. നെക്സ്റ്റ് വേരിയൻസ്. സ്ക്വയർ ഓഫ് ദി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ സ്ക്വയറിന് നമ്മൾ എന്ത് പറയുന്നത്, വേരിയൻസ് എന്നാണ് പറയുക. യൂസസ് ഇമ്പോർട്ടൻസ് അഡ്വാൻസ്ഡ് സ്റ്റഡീസ് അഡ്വാൻസിലെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണത് വേരിയൻസ് എന്ന് പറയുക. ലിമിറ്റേഷൻസ്. യൂണിറ്റ് ഈസ് സ്ക്വയേർഡ് വെൻ വിച്ച് ക്യാൻ ബി ഹാർഡ് ടു ഇൻ്റർപ്രിറ്റ് ഡയറക്റ്റ്. നമ്മൾ ഡയറക്റ്റ് ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുന്ന ഹാർഡായ ഒരു വേരിയൻസ് എന്ന് പറയും. അതുകൊണ്ട് സ്ക്വയേർഡ് യൂണിറ്റ് ആണെന്ന് പറയുന്നത്, യൂണിറ്റിൻ്റെ ഒരു സ്ക്വയർ ആണെന്ന് പറയും ലിമിറ്റേഷൻ എന്ന് പറയാൻ കാരണം. പറഞ്ഞാൽ ഡയറക്റ്റായി ഹാർഡ് ചെയ്യാൻ ഒരു വളരെയേറെ ബുദ്ധിമുട്ടുള്ളതെന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറയാം. എക്സാമ്പിളാണ് ഇവിടെ എന്താണ്, സ്ക്വയർ റൂട്ട് എത്രയാണ്, 8 ബൈ നമ്പർ 3 and 2.67. Next questions. Provide a detailed explanation of measures of center tendency and explore the different types of commonly used. നോക്കിക്കേ. മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി ആർ സ്റ്റാറ്റിസ്റ്റിക്കൽ റൂൾസ് യൂസ്ഡ് ടു ഡിറ്റർമിൻ ദ സെൻറ്റർ ഓർ ടിപ്പിക്കൽ വാല്യൂ ഓഫ് ദി ഡേറ്റ സെറ്റ്. സെൻട്രൽ വാല്യൂ നമുക്ക് തരുന്ന ഡേറ്റയുടെ സെൻട്രൽ വാല്യൂ ആണെന്ന് പറയുന്നത് മെഷേഴ്സ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയാം. ദീസ് മെഷേഴ്സ് സമ്മറൈസ് എ ലാർജ് സം ഓഫ് ഡേറ്റ ബൈ ഐഡൻറ്റിഫൈ സിംഗിൾ വാല്യൂസ് ദാറ്റ് ബെസ്റ്റ് റെപ്രസെൻറ്റ്സ് ദി എൻ്റെ ഡിസ്ട്രിബ്യൂഷൻസ്. നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ ലാർജ് സെറ്റ് ഡേറ്റയാണ് നമുക്ക് സിംഗിൾ വാല്യൂയിലേക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നൊരു മെത്തേഡാണ് അതുപോലെ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ഇനി കോമൺ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. ദർ ആർ 3 പ്രൈമറി ടൈപ്സ്. ഏതാണ്? മീന്, മീഡിയൻ, മോഡ്. മീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അരിത്തമാറ്റിക് മീൻ. ദ മീൻ ഈസ് ദി സം ഓഫ് ഓൾ വാല്യൂസ് ഓഫ് ഇൻ എ ഡേറ്റ സെറ്റ് ഡിവൈഡഡ് ബൈ ദി നമ്പർ ഓഫ്. മീൻ എന്ന് പറഞ്ഞാൽ ആവറേജ് ഓഫ് ദി ഡേറ്റ എന്ന് എഴുതിയാൽ മതി. അതിൻ്റെ മെറിറ്റ്സ് നോക്കി, അഡ്വാൻറ്റേജ് നോക്കി, ഈസി ടു കാൽക്കുലേറ്റ് ആണ്. കൺസിഡർ എവരി വാല്യൂ ഇൻ ദി ഡേറ്റ സെറ്റിലെ എല്ലാ ഐറ്റങ്ങളെയും എല്ലാ വാല്യൂവിനെയും കൺസിഡർ ചെയ്യുന്നു.
ഡിസ്അഡ്വാൻറ്റേജ് നോക്കി അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസിനെ അഫക്റ്റ് ചെയ്യാറുണ്ട്. നോട്ട് സ്യൂട്ടബിൾ ഓഫ് സ്ക്യൂവിൻ്റെ ഡിസ്ട്രിബ്യൂഷന് സ്യൂട്ടബിളായ ഒരു മെത്തേഡ് അല്ല മീൻ എന്ന് പറയാം. മീഡിയൻ നോക്കിയേ, മീഡിയൻ ഈസ് ദി മിഡിൽ വാല്യൂ ഓഫ് ദി ഡേറ്റ സെറ്റ് വെൻ അറേഞ്ച് ഇൻ അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡർ. നമുക്ക് തരുന്ന ഡേറ്റയുടെ മിഡിൽ വാല്യൂ ആണെന്ന് പറയുന്നത്, നടുക്ക് വരുന്ന വാല്യൂ ആണ് മീഡിയൻ എന്ന് പറയുക. അത് അസെൻഡിങ് ഓർ ഡിസെൻഡിങ് ഓർഡറിൽ എഴുതിയതിന് ശേഷം വരുന്നത്. അഡ്വഞ്ചേഴ്സ് നോ അഫക്റ്റഡ് ബൈ എക്സ്ട്രീം വാല്യൂസിനെ അഫക്റ്റ് ചെയ്യാറില്ല. സ്യൂട്ടബിൾ ഫോർ സ്ക്യൂൻഡ് ഡിസ്ട്രിബ്യൂഷന് സ്യൂട്ടബിൾ ഒരു മെത്തേഡാണെന്ന് പറയുന്നത് മീഡിയൻ എന്ന് പറയുക. ഡിസ്അഡ്വഞ്ചേഴ്സ് ഡസ് നോട്ട് കൺസിഡർ ഓൾ വാല്യൂസിനെ കൺസിഡർ ചെയ്ത ഒരു മെത്തേഡാണെന്ന് പറയുന്നത് മീഡിയൻ. കനോട്ട് ബി യൂസ്ഡ് ഫോർ ഫർദർ അൾജിബ്ര മാത്തമാറ്റിക്കൽ മെത്തേഡിന് യൂസ്ഫുള്ളായ ഒരു മെത്തേഡല്ല എന്ത് മീഡിയൻ എന്ന് പറയാം. മോഡ് The mode is the value that occurs most frequently in the data set. ഡേറ്റ സെറ്റിലേക്ക് മോസ്റ്റിൻ്റെ വാല്യൂ ആണെന്ന് വരുന്നത്. മോസ്റ്റ് ഫ്രീക്വൻസി ഹയസ്റ്റ് ഫ്രീക്വൻസിയുടെ വാല്യൂ ആണെന്ന് വരുന്നത് മോഡ്. നോക്കിക്കേ അഡ്വഞ്ചേഴ്സ് നോക്കിക്കേ, സിമ്പിൾ ടു ഐഡൻറ്റിഫൈ ഇൻ സ്മോൾ ഡേറ്റ ഐഡൻറ്റിഫൈ ചെയ്യാൻ ഏറ്റവും സിമ്പിളായ ഒരു മെത്തേഡാണ്. ഈസി ടു ഐഡൻറ്റിഫൈ ഈ സ്മോൾ ഡേറ്റ ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാം. ബെസ്റ്റ് ഫോർ ക്വാളിറ്റി ഡേറ്റകൾ ബെസ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കളറ്, ബ്രാൻഡ് ഇതൊക്കെ നോക്കി നമുക്ക് ബെസ്റ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് അഡ്വഞ്ചേഴ്സ് ഇറ്റ് മേ നോട്ട് എക്സിറ്റ് നോ കോമ്പറ്റീഷൻ റിപ്പിറ്റേഷൻ വരുന്നുണ്ട്, അത് എക്സിറ്റ് ആണോ? അല്ല. ഇഗ്നോർസ് മോസ്റ്റ് ഓഫ് ദി ഡേറ്റ വാല്യൂസിന് മോസ്റ്റായി ഇങ്ങനെ എഴുതാൻ സാധിക്കുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഡിഫറൻസ് ബിറ്റ്വീൻ സാമ്പിൾ റാൻഡം സാമ്പിളിങ് ആൻഡ് സിസ്റ്റമാറ്റിക് സാമ്പിളിങ്. നോക്കിക്കേ, ഇവിടെ കോളം വരച്ചിട്ടാണ് കാണിക്കുന്നത്. ഫസ്റ്റ് കോളം ബേസിസ്, സെക്കൻഡ് കോളം സിമ്പിൾ റാൻഡം സാമ്പിളിങ്, തേർഡ് സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്. അതിൻ്റെ ഡെഫിനിഷൻ പറയുകയാണ്, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എവരി മെമ്പർ ഓഫ് ദി പോപ്പുലേഷൻ ഹാസ് ആൻ ഈക്വൽ ചാൻസ് ഓഫ് ബീയിങ് സെലക്റ്റഡ്. എല്ലാ മെമ്പറിനും, ഓരോ മെമ്പറിൻ്റെയും പോപ്പുലേഷൻ എവരി മെമ്പർ ഓഫ് ദി പോപ്പുലേഷൻ ഈക്വൽ ചാൻസ്, എല്ലാ മെമ്പറും ഈക്വൽ ചാൻസ് അതിൽ നിന്നാണ് സെലക്ട് ചെയ്യുക. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് പോപ്പുലേഷൻ ഇസ് ഡിവൈഡ് ഇൻ ടു സബ് ഗ്രൂപ്പ്സ്. റാൻഡം സാമ്പിൾസ് ആർ ടേക്കൺ ഫ്രം ദി ഈച്ച് സബ് ഗ്രൂപ്പ്സ്. നമ്മൾ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് ഡിവൈഡ് 2 ഗ്രൂപ്പായിട്ട് സബ് ഗ്രൂപ്പായിട്ട് അതിൽ നിന്നാണത് നമ്മൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് പോപ്പുലേഷൻ ഡിവിഷൻ നോക്കിക്കേ, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് നോട്ട് ഡിവൈഡഡ് ഇൻ ഗ്രൂപ്പ്. ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഗ്രൂപ്പായിട്ട് ഇല്ല. സാമ്പിളിങ്ങിലോ എന്ത് ചെയ്യണം, ഡിവൈഡ് ഇൻ ടു ഹോമോജീനിയസ് ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആക്യുറസി, സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് ലെസ് ആക്യുറസിയാണ്. സ്ട്രാറ്റിഫൈഡ് സാമ്പിളിംഗ് മോർ ആക്യുറേറ്റ് ആണ് അല്ലേ, കോംപ്ലക്സിറ്റി. സിമ്പിൾ റാൻഡം സാമ്പിളിംഗ് എന്നാൽ സിമ്പിളുമാണ്, ഈസി ടു അപ്ലൈ ചെയ്യാൻ ഈസിയുമാണ്, സിമ്പിളുമാണ്. എന്നാൽ സ്ട്രാറ്റിഫൈഡ് സാമ്പിളിങ്ങുകളോ മോർ കോംപ്ലക്സ്, വളരെ ബുദ്ധിമുട്ടുള്ളതാണെന്ന് പറയാം. ആ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നതെന്ന് സെക്കൻഡ് ഓപ്ഷനായി വരുന്ന ഡിഫറൻസ് സെൻസസ് മെത്തേഡാണ് സാമ്പിൾ മെത്തേഡ് ഓഫ് ഡേറ്റ കളക്ഷൻ. 3 columns ആണ് ബേസസ്, സെൻസസ് മെത്തേഡ്, സാമ്പിൾ മെത്തേഡ്. ഡെഫിനേഷൻ നോക്കിക്കേ, സെൻസസ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഡേറ്റ ഈസ് കളക്റ്റഡ് ഫ്രം എവറി യൂണിറ്റ് ഓഫ് പോപ്പുലേഷനിലെ എല്ലാ യൂണിറ്റുകളിൽ നിന്നും കളക്ട് ചെയ്യുന്നതാണ് ഡേറ്റ കളക്ട് ചെയ്യുന്നു. സാമ്പിൾ മെത്തേഡിലോ ഡേറ്റ ഈസ് കളക്റ്റഡ് ഫ്രം സെലക്റ്റഡ് പാർട്ട് ഓഫ് പോപ്പുലേഷനിലെ സെലക്റ്റഡ് ആയ പാർട്ടിൽ നിന്നായിരിക്കും ഡേറ്റകൾ കളക്ട് ചെയ്യുക. നെക്സ്റ്റ് ടൈം റിക്വയർഡ്. എങ്ങനെയാണ്, സെൻസസിന് ടൈം കൺസ്യൂം ആകണം, പക്ഷേ എന്താണ് സാമ്പിൾ മെത്തേഡിലോ ടൈം കൺസ്യൂമിങ് അല്ല, വളരെ ലെസ് ടൈം കൺസ്യൂമിങ് ആണ്. നെക്സ്റ്റ് കോസ്റ്റ്, സെൻസസ് മെത്തേഡ് എക്സ്പെൻസീവ് ആണ്, സാമ്പിൾ മെത്തേഡിലോ എക്സ്പെൻസീവ് ആണ്, അല്ല വളരെ ചുരുങ്ങിയ എക്സ്പെൻസേ വരുന്നുള്ളൂ. നെക്സ്റ്റ് ആക്യുറസി, സെൻസസ് മെത്തേഡിൽ ഹൈ ഡിഗ്രി ആണ് ആക്യുറസി. എന്നാൽ സാമ്പിൾ മെത്തേഡിലെ ആക്യുറസി ഡിപ്പെൻഡ്സ് ഓൺ സാമ്പിൾ ബേസിലായിരിക്കും അവിടെ ആക്യുറസി ഡിപ്പെൻഡ് ചെയ്യുക. ഇനി യൂസ്ഫുൾനെസ് നോക്കിക്കേ, സെൻസസ് മെത്തേഡിൽ എന്താണ്, സ്മോൾ പോപ്പുലേഷന് സൂട്ടബിൾ ഒരു മെത്തേഡാണിത് സെൻസസ് മെത്തേഡ്. ലാർജ് പോപ്പുലേഷനിൽ ഏറ്റവും സൂപ്പർ മെത്തേഡാണിത് സാമ്പിൾ മെത്തേഡ്. ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നിന്നാണ്, ഡിഫൈൻ സാമ്പിളിംഗ് സെൻസസ്, കമ്പയർ ദി അഡ്വഞ്ചേഴ്സ് ഡിസ്അഡ്വഞ്ചേഴ്സ് സാമ്പിൾ മെത്തേഡ്, സാമ്പിൾ സർവേ മെത്തേഡ് ഇൻ ഡേറ്റ കളക്ഷൻസ്. നോക്കുക,
സെൻസസ് സാമ്പിളിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലെങ്കിൽ സാമ്പിളിംഗ് സെൻസസ് ഈസ് എ മെത്തേഡ് ഓഫ് ഡാറ്റ കളക്ഷൻ ഇൻ വിച്ച് ഇൻഫർമേഷൻ ഈസ് കളക്റ്റഡ് ഫ്രം എവറി യൂണിറ്റ് ഓർ ഇൻഡിവിജ്വൽ ഇൻ ദി എൻ്റയർ പോപ്പുലേഷൻ. ഈ എൻ്റയർ പോപ്പുലേഷനിൽ നിന്ന് എവരി യൂണിറ്റോ അല്ലെങ്കിൽ ഇൻഡിവിജ്വലിൽ നിന്ന് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യാൻ ഡാറ്റ കളക്ട് ചെയ്യുന്ന മെത്തേഡാണ് എന്ത് പറയുന്നത്? സെൻസസ് സാമ്പിളിംഗ് എന്ന് പറയുക. അതിൻ്റെ അഡ്വഞ്ചേഴ്സും ഡിസഡ്വഞ്ചേഴ്സൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലൂടെ ചാർട്ട് ചെയ്ത് വയ്ക്കാം. സെൻസസ് മെത്തേഡും സാമ്പിളിംഗ് സർവേസ് മെത്തേഡും എന്താണെന്ന് നോക്കാം. കവറേജ് എന്ന എന്താണ്? സെൻസസ് മെത്തേഡിൽ എൻ്റയർ പോപ്പുലേഷനെ സ്റ്റഡി ചെയ്യുന്നു. എന്നാൽ സാമ്പിളിംഗ് സർവേ മെത്തേഡിലോ only a part of the population is studied. Accuracy more accurate ആയിരിക്കും. സാമ്പിൾ സർവേ മെത്തേഡിൽ ലെസ് അക്യുറേറ്റ്. ടൈം നോക്കിക്കുക. സെൻസസ് മെത്തേഡിൽ വെരി ടൈം കൺസ്യൂമിംഗ് ആണ്. സാമ്പിൾ സർവേ സ്യൂട്ടബിലിറ്റി നോക്കിക്കുക. വെൻ പോപ്പുലേഷൻ ഈസ് സിമ്പിൾ ആയിരിക്കും സെൻസസ് മെത്തേഡിൽ. എന്നാൽ സാമ്പിളിംഗ് സർവേ മെത്തേഡിൽ വെൻ പോപ്പുലേഷൻസ് ലാർജ് ആയിരിക്കും അല്ലേ? പോപ്പുലേഷൻ എപ്പോഴും ലാർജ് ആയിരിക്കും. കോംപ്ലക്സിറ്റി നോക്കിയേ. കോംപ്ലക്സിറ്റീസ് മാനേജ് ടു ഓർഗനൈസ് ആയിരിക്കും അല്ലേ? മാനേജ് ചെയ്യുന്ന ഓർഗനൈസ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ് സെൻസസ് മെത്തേഡിൽ. ഇനി ഈസിയർ ടു പ്ലാൻ, മാനേജ് ആൻഡ് അനലൈസ്. എന്നാൽ സാമ്പിൾ സർവേ മെത്തേഡിലോ നമുക്കറിയാം പ്ലാൻ ചെയ്യുന്നതും മാനേജ് ചെയ്യുന്നതും അനലൈസ് ചെയ്യുന്നതും വളരെ ഈസി ആയിരിക്കും. ഈ വീഡിയോ യൂസ്ഫുൾ ആയാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ട് കമൻറ്റ് ബോക്സിൽ ഇടുമല്ലോ. ഓക്കെ, താങ്ക് യു.